ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുബോർഡ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയൊരു കൺഗ്രാജുലേഷൻസ് പറയാം കേട്ടോ. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഈ കഴിഞ്ഞ SLC പരീക്ഷ 2025 SLC പരീക്ഷ കഴിഞ്ഞിട്ട് അത് പാസ്സായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, വേറെ ഒറ്റ കാരണമേ ഉള്ളൂ. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ തുന്നിയെടുത്ത നിങ്ങളുടെ കുപ്പായമാണ് അതല്ലേ. അപ്പോൾ മക്കളെ, നിങ്ങൾ ഈ പറയുന്ന 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ കരിയർ ഓപ്ഷൻസ് ആയിട്ട് സയൻസ് ഉണ്ടായിരുന്നു, കൊമേഴ്സ് ഉണ്ടായിരുന്നു, ഹ്യൂമാനിറ്റീസ് ഉണ്ടായിരുന്നു. ഈ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കരിയർ ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത ആൾക്കാരാണ് നിങ്ങളുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, വേറെ ഒന്നുമല്ല കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ SLC പരീക്ഷയിൽ 2025 SLC പരീക്ഷയിൽ നിങ്ങൾക്കറിയാം, നമുക്ക് ആകെ ഉണ്ടായിരുന്ന വിജയ ശതമാനം എന്ന് പറഞ്ഞാൽ 99.5% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 200 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ 199 പേരും പാസ്സാവും, ഒരാൾ മാത്രമേ പരാജയപ്പെട്ടുള്ളൂ. അതായത് അത്രയും വിജയ ശതമാനം ഉള്ളതാണ് നമ്മുടെ SLC പരീക്ഷ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, അതിൽ ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ഫുൾ A+ കിട്ടിയ ആളാവാം, അല്ലെങ്കിൽ അതിന് താഴെയുള്ളാവാം, ആരും ആയിക്കോട്ടെ. നിങ്ങളിപ്പോൾ ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ട്രീം സെലക്ട് ചെയ്ത ആളായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ആകെ വരുന്ന 4 ലക്ഷത്തിൻ്റെ മുകളിൽ 4,26,007 കുട്ടികളെ നമുക്ക് പരീക്ഷ എഴുതിയത് പ്ലസ് വൺ അല്ല, ഈ പറഞ്ഞ SLC പരീക്ഷ എഴുതിയത്. ആ 26,000 4,26,000 എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ചെയ്യാം 4,26 എന്ന് പറയാം അല്ലേ. അപ്പോൾ അത്രയും കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ നിങ്ങൾ നോക്കിയേ, 61,000 കുട്ടികൾക്കാണ് ഫുൾ A+ കിട്ടിയിട്ടുണ്ടായിരുന്നത്. 61,000 കുട്ടികൾക്കാണ് 10ൽ 10 വിഷയങ്ങൾക്ക് A+ കിട്ടിയിട്ടുണ്ടായിരുന്ന ആൾക്കാർ. അതിൽ സയൻസ് വിഷയങ്ങൾ കിട്ടിയവരുണ്ട്, സോഷ്യൽ സയൻസ് വിഷയങ്ങൾ കിട്ടിയിട്ടുണ്ട്, ലാംഗ്വേജ് കിട്ടിയതുണ്ട്, അങ്ങനെ ഒരുപാട് സ്ട്രീമുകൾക്കായിട്ട് കിട്ടിയ ആൾക്കാരായിരുന്നു ഈ പറഞ്ഞ ആൾക്കാർ. അപ്പോൾ 61,449 പേര് A+ എവിടെ നേടിയിട്ടുണ്ട്? +1-ലല്ല, 10ാം ക്ലാസ്സിൽ നേടിയിട്ടുണ്ട്. ഇനി ഇതേ വർഷം 2025 നോക്കണേ, ഈ 2025 നമ്മുടെ, നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്താണ്, 2024 10ാം ക്ലാസ് കഴിഞ്ഞു വന്ന കുട്ടികളാണ് ഇവർ. ഈ പറയുന്ന 2024 10ാം ക്ലാസ് കഴിഞ്ഞു വന്ന ഇവർ പരീക്ഷ എഴുതിയത്. അതിൽ പാസ്സായവർ നോക്കണേ, നിങ്ങൾ 4,11,000 ഏകദേശം SLCയുടെ അതേ റേഞ്ച് അല്ലേ. 4,26,000 എന്നുള്ളവർക്ക് പകരം 4,11,000 പേരാണ് ഇത്തവണ +1 എഴുതിയത്. ഇവരെന്തായിരുന്നു, ഈ 4 ലക്ഷം പേരും കഴിഞ്ഞ വർഷം 2024 10ാം ക്ലാസ് പരീക്ഷ പാസ്സായവരാണ്. അപ്പം ഈ പറഞ്ഞ 4,11,000 പേര് പരീക്ഷ എഴുതിയിട്ട് അതിലാകെ പാസ്സായത് 62%. 62% എന്ന് പറഞ്ഞാൽ 100 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ 38 കുട്ടികൾ തോറ്റുപോയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് 2024 നോക്കുകയാണെങ്കിൽ 99% വിജയം ഉണ്ടായിരുന്നു. അവിടെ ഒരു കുട്ടിയാണ് 10ാം ക്ലാസ്സിൽ തോറ്റത്. പക്ഷേ +1-ൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു, ആ കുട്ടികൾ സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, ഏതൊരു സ്ട്രീം എടുത്ത് പഠിച്ച കുട്ടികളും ഏകദേശം 38ഓളം കുട്ടികൾ 100 പേര് പരീക്ഷ ഇതിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. തോറ്റുപോയവരുടെ എണ്ണമാണ് ഈ പറഞ്ഞത്. ഇത് ജയിച്ചവർ 62%. പറഞ്ഞു കഴിഞ്ഞാൽ 4,11,000 പേരിൽ 62% മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അതുമാത്രമല്ല, 2024 നിങ്ങൾക്കറിയാം, ഈ വർഷം A+കളുടെ എണ്ണം കുറവാണ് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ അല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ A+ൻ്റെ എണ്ണം വെച്ച് നോക്കിയിട്ട് ഈ വർഷത്തെ A+ൻ്റെ എണ്ണം എവിടെയാണ്? നമ്മുടെ 10ാം ക്ലാസ്സിൽ കുറവാണ്, എല്ലാവർക്കും അറിയുന്നവരാണ്. പക്ഷേ നിങ്ങൾ നോക്കിയൊരു കാര്യം മനസ്സിലാവും, ഈ പറയുന്ന A+കൾ 2024 നേടിയ ആൾക്കാർ പലരും ഉണ്ടായിരുന്നു. പക്ഷേ അവരെത്തിക്കഴിഞ്ഞപ്പോൾ +1-ൽ ആകെ A+ ഉള്ള 54,000 പേരാണ്. ഈ പറയുന്ന SLCയിൽ 61,000 ഉണ്ടായിരുന്നവർ എവിടെ എത്തി? 61,000 ഉണ്ടായിരുന്നത് 54,000 എത്തി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തരും, 2024 SLC പരീക്ഷ എഴുതിയ ആൾക്കാരാണ് 2025 +1 പരീക്ഷ എഴുതാം. എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ സെൻസ് ആയിട്ടുള്ള കാര്യമാണത്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2024 71,000 കുട്ടികൾ, അതായത് അതിൽ 10,000 കുട്ടികളുടെ കുറവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് 10ാം ക്ലാസ്സിൽ. അപ്പോൾ 71,000 കുട്ടികൾക്ക് കിട്ടിയിരുന്ന A+, അത് എവിടെ എത്തി? +1-ൽ എത്തിയപ്പോൾ വെറും 54,000 ആയിട്ട് പോയി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ, ഈ പറയുന്ന 17,000 കുട്ടികളുടെ A+ എവിടെ പോയി? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് A+ നേടാൻ പറ്റില്ല? ആ ഒരൊറ്റ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അഡ്മിഷൻ എടുത്ത് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ എല്ലാ യോഗ്യതകളും ഉണ്ടായിരുന്ന ഈ കുട്ടികൾക്ക് 17,000 കുട്ടികൾ എന്ത് ചെയ്തില്ല? ഈ പറഞ്ഞ A+ൻ്റെ ഫുൾ A+ൻ്റെ നിലവാരത്തിലേക്ക് എത്തില്ല. എന്തുകൊണ്ട് സംഭവിച്ചു? നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം ഇതാണ്. അതേപോലെ +1-ലെ വിജയ ശതമാനം കൂടി നോക്കിക്കോളൂ നിങ്ങൾ. കഴിഞ്ഞ വർഷമല്ല, 2024 67% വിജയം ഉണ്ടായിരുന്നത് 2025 ഇപ്പോൾ എത്രയാണ്? 62%. അതായത് 5% കുറഞ്ഞു എന്നാണ്.
4 ലക്ഷത്തിൻ്റെ 10% പറയുമ്പോൾ നിങ്ങൾക്കറിയാം 40,000ആണ്. അതായത് 20,000 കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ശതമാനത്തിൽ കുറയാണ് ചെയ്തത്. 20,000 കുട്ടികളുടെ തോൽവിയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് മക്കളെ, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് മാത്രം എടുത്ത് നോക്കിക്കോട്ടോ. ഇക്കഴിഞ്ഞ +1ൻ്റെ പരീക്ഷയിൽ കൊമേഴ്സ് എടുത്ത കുട്ടികൾ ആകെ ഉണ്ടായിരുന്ന 1,12,000 കുട്ടികളാണ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൽ 59%, അതായത് നമുക്ക് 60 തന്നെ എടുത്തോളൂ, 100 പേര് പരീക്ഷ എഴുതിയിട്ട് കൊമേഴ്സിൽ ആകെ പാസ്സായത് എത്ര പേരാണ്? ഈ പറഞ്ഞ 40 കുട്ടികൾ പരാജയപ്പെടുകയും 60 കുട്ടികൾ വിജയിക്കുകയും ചെയ്തു. ഒരു സ്കൂളിൽ 2 കൊമേഴ്സ് ബാച്ച് ഉണ്ടെന്ന് മാത്രം നിങ്ങൾ കണക്ക് കൂട്ടിക്കോ. ഒരു സ്കൂളിൽ 2 കൊമേഴ്സ് ബാച്ച്, ഏകദേശം ഇന്നത്തെ കണക്ക് വെച്ച് 120 കുട്ടികൾ അല്ലേ, നമുക്ക് റൗണ്ട് ചെയ്ത് 100 കുട്ടികൾ എടുക്കാം. ആ 100 കുട്ടികൾ പരീക്ഷ എഴുതി ഏകദേശം 40ഓളം കുട്ടികൾ പരാജയപ്പെടുകയും 60ഓളം കുട്ടികൾ മാത്രമാണ് ജയിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. കേരളത്തിൽ ഏത് ജില്ലയിൽ എടുത്തു നോക്കിയാലും ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ആവറേജ് ആണ് പറഞ്ഞത്. 59% മാത്രമേ കൊമേഴ്സിൽ നമുക്ക് എന്നുള്ള വിജയ ശതമാനമുള്ളത്. ഇനി ഹ്യൂമാനിറ്റീസിലേക്ക് വരികയാണ്, നിങ്ങൾ നോക്കിക്കോളും. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചെടുക്കുന്ന വിഷയമാണ് ഹ്യൂമാനിറ്റീസ്. അതിൽ 80,000ൻ്റെ മുകളിൽ കുട്ടികൾ പരീക്ഷ എഴുതിയപ്പം വെറും 50% പാസ്സായത്. 51 തന്നെ എടുത്തോളും. 100 കുട്ടികൾ പരീക്ഷ എഴുതിയപ്പം 49 കുട്ടികളും പരാജയപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു 2 ബാച്ച് ഹ്യൂമാനിറ്റീസ് ഒരു സ്കൂളിലുണ്ട് എങ്കിൽ 100 കുട്ടികൾ ആവറേജ് അവിടെ ഉണ്ട് എങ്കിൽ 51 കുട്ടികൾ അതിൽ പാസ്സാവുന്നത്, 49 കുട്ടികളും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് എന്താണ് ഈ പറഞ്ഞ വിജയ ശതമാനം കുറഞ്ഞെന്നല്ല പറഞ്ഞത്, തോൽക്കുന്നവരുടെ എണ്ണമാണ് കൂടുന്നത്. ഓക്കെ, പരീക്ഷയിൽ തോൽക്കുന്നവർ. ഈ പറഞ്ഞ കുട്ടികളിൽ പലരും ആരാണ്? 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയ ആൾക്കാരാണ്. ജസ്റ്റ് പാസ്സായി പോവുകയാണ് ചെയ്യുന്ന +1. അപ്പോൾ തോൽക്കുന്നവരുടെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അതേപോലെ A+ൻ്റെ എണ്ണം, ഫുൾ A+ൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് എന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്ന്? വേറെ ഒന്നുമല്ല മക്കളെ, ഒറ്റ കാരണമേ ഉള്ളൂ. ഒന്ന് കട്ട് ചെയ്യണ്ട അവിടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? ഒരൊറ്റ കാരണമേ ഉള്ളൂ. 10ാം ക്ലാസ് വരെ പഠിച്ചു വന്നിരുന്ന ആവേശമൊന്നും ഇവിടെ ഉണ്ടാവില്ല, +1ലേക്ക് ഉണ്ടാവില്ല. 10ാം ക്ലാസ്സിൽ എന്തോ ഒരു സംഭവമാണെന്ന് പറഞ്ഞു വെച്ച് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞ് പിന്നാലെ നടക്കാൻ നിങ്ങളുടെ പാരൻസ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ നാട്ടുകാരുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പം എന്തില്ല, +1ക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആ ചൂടൊക്കെ പോയി, നിങ്ങൾക്ക് പോലും ആ ചൂട് പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 10ാം ക്ലാസ്സിനേക്കാൾ ഒന്നുകൂടി ഇമ്പോർട്ടൻസ് ആണ് ഈ പറഞ്ഞ +1 +2 എന്നുള്ള കാര്യം നിങ്ങൾ വൈകാതെ തിരിച്ചറിയും. കാരണം നമ്മുടെ കരിയർ ഓപ്ഷൻസ് മിക്കവാറും ചൂസ് ചെയ്യുന്നത് നമ്മളെടുത്തിരുന്ന +1ലെയും +2ലെയും സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണോ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? വേറെ ഒന്നുമല്ല, +1ൽ എന്ത് ചെയ്യണം? 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഏത് രീതിയിൽ പാസ്സായി വന്ന ആളാണെങ്കിലും +1ൽ അഡ്മിഷൻ കിട്ടി പഠിക്കുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യണം? +1ൽ നല്ല മാർക്ക് കിട്ടണം. എങ്കിലേ +2 കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ +1ൽ മാർക്ക് കിട്ടണം എന്ത് ചെയ്യണം? അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എപ്പോഴൊക്കെ പഠിക്കണം, ആരൊക്കെ പഠിക്കണം തുടങ്ങിയ എല്ലാ കാര്യവും നമുക്ക് ചോദ്യങ്ങളുണ്ടാവും അല്ലേ. സാർ ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്? 10ാം ക്ലാസ് വരെ പഠിച്ച പോലെ ഒന്നുമില്ല. അന്ന് ഞാൻ എല്ലാം പഠിച്ചിരുന്നു, ഇപ്പം ഞാൻ കൊമേഴ്സിൽ പഠിക്കുന്നത്, എനിക്ക് ഇത്ര സബ്ജക്റ്റേ ഉള്ളൂ. അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അങ്ങനെ പല ഓപ്ഷൻസാണ് ഉള്ളത്. എനിക്ക് അന്നത്തെ പോലത്തെ സയൻസിൽ ബയോളജി, ഫിസിക്സ് ഒന്നും പഠിക്കാനില്ല. പക്ഷേ എനിക്ക് എന്നാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല, ഡൗട്ട് വന്നേക്കാം. അതേപോലെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ആണ് പഠിക്കുന്നതെങ്കിൽ ഹിസ്റ്ററി, സോഷ്യോളജി, അതേപോലെ പൊളിറ്റിക്കൽ സയൻസ്, ഈ പറഞ്ഞിരിക്കുന്ന എക്കണോമിക്സ് അല്ലെങ്കിൽ ജോഗ്രഫി, ഇങ്ങനെ ആന്ത്രപ്പോളജി, പല ഓപ്ഷൻസ് നിങ്ങളുണ്ടാവും. 10ാം ക്ലാസ് പഠിച്ചപ്പോൾ സോഷ്യലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്തോ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഈ 2 തരത്തിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കൺഫ്യൂഷൻ ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യത്തിലുള്ളൂ, കൃത്യമായിട്ട് ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യണം? അതിന് വേറെ ഒന്നുമല്ല, ഒരൊറ്റ കാര്യം. ഞാനിപ്പോൾ നിങ്ങളോട് ഈ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുഴുവൻ അതിൽ വള്ളി പുള്ളി വിടാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അനലൈസ് ചെയ്തിരുന്ന് മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയ ഒരുപാട് പേര് എന്ത് ചെയ്തു? എഡ്യൂബോർഡിൻ്റെ ബാച്ചുകൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ കൊടുക്കുന്നത് നമ്മുടെ എഡ്യൂബോർഡിൻ്റെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീഡിയോസ് എടുത്ത് നോക്കാം, അതിൽ ലൈവ് ക്ലാസ്സുകൾ എടുത്ത് നോക്കാം, ആ ലൈവ് ക്ലാസ്സിൻ്റെ വ്യൂസ് എടുത്ത് നോക്കാം, അവിടെ കുട്ടികൾ പറഞ്ഞു വെച്ചിരുന്ന കമൻറ്റുകൾ നിങ്ങൾക്ക് നോക്കാം. അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഡ്യൂബോർഡിന് മാർക്ക് കിട്ടാൽ മതി. അല്ലാതെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നില്ല. ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ മുൻപ് പഠിച്ചു പോയ കുട്ടികളുണ്ട്, അവർ പറയുന്ന കാര്യം മാത്രം നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇവിടെ എന്താ കിട്ടാൻ പോകുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഏറ്റവും മികച്ച ക്ലാസ്സുകളാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ മികച്ച അധ്യാപകർ എന്തെങ്കിലും ക്ലാസ് എടുക്കും. ക്വാളിഫിക്കേഷൻസ്, അവരുടെ ക്വാളിഫിക്കേഷൻസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരിക്കും. അതായത് നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ അതേ ക്വാളിഫിക്കേഷനും അതിന് ഉയർന്ന ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ടീച്ചേഴ്സായിട്ട് വരുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് നിങ്ങളൊരു ടോപ്പിക് പഠിക്കുന്നു, ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രൈ ചെയ്ത് നോക്കാം. അതിന് എങ്ങനെയൊക്കെ ചോദ്യം വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ പ്രാപ്തരാക്കും. ഇനി മൂന്നാമത്തെ കാര്യം, കൃത്യമായിട്ടൊരു മെൻറ്റർഷിപ്പ്.
നിങ്ങളുടെ പാരൻറ്റ് ചെയ്യേണ്ട, നിങ്ങളുടെ ടീച്ചർ ചെയ്യേണ്ട, നിങ്ങളുടെ നാട്ടുകാർ ചെയ്യേണ്ട, നിങ്ങൾ സ്വയം ചെയ്യേണ്ട കാര്യമാണ് മെൻറ്റർഷിപ്പ് അല്ലേ. പക്ഷേ അത് ചെയ്യാൻ എന്തുണ്ട്, എജുബോർഡിൽ നിങ്ങൾക്കൊരു ടീച്ചർ ഉണ്ടായിരിക്കും. ആ കൃത്യമായ മെൻറ്റർഷിപ്പോടുകൂടി നിങ്ങൾ പഠിച്ചോ, പഠിച്ചിട്ടില്ലേ, എന്തുകൊണ്ട് പഠിച്ചാൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നിങ്ങളെ പഠിപ്പിക്കാൻ ഒരാൾ കൂടി അവിടെ ഉണ്ടാവും. അതാണ് മൂന്നാമതായിട്ട് പറഞ്ഞത്. നാലാമത്തെ കാര്യം, വെറുതെ നിങ്ങൾക്ക് തോന്നിയ വീഡിയോസ് കാണാൻ തോന്നിയ പോലെ പഠിച്ചു പോവുക എന്നല്ല പറയുന്നത്. കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി കൃത്യമായ ഓരോ ദിവസം എന്ത് പഠിക്കണം, എത്ര പഠിക്കണം, അതിലെന്തൊക്കെ വർക്ക് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് റുട്ടീൻ ചെയ്ത് ഇവിടെ കിട്ടും. എജുബോർഡിൻ്റെ ഈ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിലൂടെ എവിടെയാണ് കിട്ടുന്നത്, നമ്മുടെ സൂപ്പർ ബാച്ചിലൂടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ ഈ പറഞ്ഞ 4 ഫീച്ചേഴ്സ്. ബാക്കി ഒരുപാട് ഫീച്ചേഴ്സ് പറയാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് മക്കളെ. എവിടെ, എജുബോർഡിൻ്റെ സൂപ്പർ ബാച്ചിലൂടെ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എജുബോർഡിൻ്റെ ഈ സൂപ്പർ ബാച്ച് ആരംഭിക്കാൻ പോകുന്നത് ജൂൺ 17 ജൂൺ 17 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നത് ജൂൺ 18 ജൂൺ 18 നിങ്ങൾ എന്ത് ചെയ്യും, സ്കൂളിൽ അഡ്മിഷനൊക്കെ എടുത്തിട്ട് ക്ലാസ്സൊക്കെ തുടങ്ങും. അതിൻ്റെ ഒരു ദിവസം മുൻപ് തന്നെ ഇവിടെ തുടങ്ങുന്നുണ്ട് എജുബോർഡിൻ്റെ ബാച്ച് തുടങ്ങുന്നത്. ആ ബാച്ചിൻ്റെ നമ്പർ കൂടി ശ്രദ്ധിച്ചോളൂ, 5ാമത്തെ ബാച്ചാണ്. അതായത് നിങ്ങൾക്ക് മുമ്പ് 4 ബാച്ചുകൾ ഇവിടെ ഇതിൻ്റെ ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. ഈ 4 ബാച്ച് ഫില്ലാവാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഫാക്റ്റുകൾ. SLCക്ക് നല്ല മാർക്ക് നേടിയ കുട്ടി +1 എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, മാർക്ക് കുറയുന്നു. SLCക്ക് ഫുൾ A+ ഉണ്ടായിരുന്ന കുട്ടി +1 എത്തുമ്പോൾ ജസ്റ്റ് പാസ്സായി പോകുന്നു. +1 മാർക്ക് കുറഞ്ഞ് ഒരുപാട് പേര് തോറ്റു പോകുന്നു. ഇതൊക്കെ മാറ്റണം, അല്ലെങ്കിൽ ഇതൊക്കെ മാറേണ്ടതാണ് എന്ന് ചിന്തിച്ച ഒരുപാട് പേരാണ് ഈ കഴിഞ്ഞ 4 ബാച്ചിലും ജോയിൻ ചെയ്ത ആൾക്കാർ. അപ്പോൾ 5ാമത്തെ ബാച്ച് നമ്മൾ തുടങ്ങാൻ പോകുന്നത് 17-ാം തീയതിയാണ്. കൃത്യമായിട്ട് മക്കളെ ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്ക് വേറെ ആരുമല്ല, ഈ സെൽസബി നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു. ഏറ്റവും മികച്ച ക്ലാസ്സുകളായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ എജുബോർഡ് ഈ വർഷം മുഴുവൻ ഉണ്ടാവും. നിങ്ങളുടെ +2 കഴിഞ്ഞു പോകുന്നത്, നിങ്ങൾ ഓരോരുത്തരും +2 കഴിഞ്ഞ് പോകുന്നവരെയും നമ്മുടെ ബാച്ച് കൂടെ ഉണ്ടാവും. അപ്പോൾ മക്കളെ മറക്കണ്ട, ഈ പറഞ്ഞ ജൂൺ 17 നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5ാമത്തെ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സൂപ്പർ ബാച്ചാണ്. അതിൽ ഏറ്റവും മികച്ച ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. സംശയമുള്ളവർക്ക്, ഇത് മികച്ച ക്ലാസ് ആണെന്ന് ഡൗട്ട് ഉള്ളവർക്ക് മാത്രം നിങ്ങൾ ഒറ്റ കാര്യം ചെയ്തോളൂ മക്കളെ. വേറെ ഒന്നുമല്ല, എജുബോർഡിൻ്റെ മുൻപ് കഴിഞ്ഞ കുറേ വർഷമായിട്ട് എജുബോർഡിന് 3 വർഷത്തോളം മിനിമം ഉണ്ട്. ആ 3 വർഷമായിട്ട് നടന്ന ലൈവ് ക്ലാസ്സുകളുടെ വ്യൂസ്, അതിൽ വന്ന കമൻറ്റുകൾ, വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത്, ഇത് മാത്രം നിങ്ങൾ നോക്കിക്കോളൂ. എന്നിട്ട് അവിടെ കുട്ടികൾ കമൻറ്റ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടാവും, അത് മാത്രം നിങ്ങൾ നോക്കിക്കോളൂ. ആ ഒരൊറ്റ കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ വിശ്വസിച്ചുകൊണ്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ എജുബോർഡ് തയ്യാറാണ്. എസ്പെഷ്യലി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും മക്കളെ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ, നല്ല മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങളുടെ കരിയർ നിങ്ങൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റിൽ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ എൻ്റെ മക്കൾക്ക് സാധിക്കട്ടെ. അപ്പോൾ വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.